കൊത്ത് ചപ്പാത്തി അല്ലെങ്കിൽ മസാല ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനിന്നിവിടെ കാണിച്ചു തരുന്നത് കേട്ടോ. ചപ്പാത്തി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതോടൊപ്പം ചപ്പാത്തിയോടൊപ്പം നമുക്ക് ക്യാപ്സിക്കം, സവാള, തക്കാളി എന്നിവയെല്ലാം ചെറുതായി അരിഞ്ഞു ചേർത്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനിവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സവാള, വലിയൊരു സവാള എടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കം, 2 തക്കാളി, 4-5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഇതെല്ലാം ചെറുതായിട്ട് നന്നായിട്ട് അരിഞ്ഞു വെക്കുക കേട്ടോ. പിന്നെ ഇതോടൊപ്പം ചേർക്കുന്നതിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില എന്നിവയും എടുത്തു വെക്കുക കേട്ടോ. 5 ചപ്പാത്തി അത് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കുക. അതുകൊണ്ടാണ് കേട്ടോ കൊത്ത് ചപ്പാത്തി എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്ക് അടിഭാഗം കട്ടിയുള്ള ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് ഏതുതരം ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലായാലും നമ്മുടെ കോക്കനട്ട് ഓയിലായാലും, അതായത് വെളിച്ചെണ്ണയായാലും ഒരു കുഴപ്പമില്ല. ഏത് ഉപയോഗിച്ചിട്ടും ആ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് ചൂടായി വരുമ്പോൾ കറിവേപ്പിലയും പച്ചമുളകും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി ഒരുവിധമായി വരുമ്പോഴേക്കും സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റി ബ്രൗൺ നിറം ആവുന്ന സമയമാകുമ്പോൾ 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വഴറ്റിയതിന് ശേഷം പച്ചമണം എല്ലാം മാറി കഴിയുന്ന സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കവും നന്നായിട്ടൊന്ന് വഴറ്റി അതിന്റെ ഒരു പച്ചമണം എല്ലാം മാറിക്കഴിയുന്ന സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിന്റെയും കൂടി പച്ചമണം മാറി കഴിയുന്ന സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. കാരണം ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. കളർ അനുസരിച്ചിട്ടാണ് ചേർക്കേണ്ടത് കേട്ടോ. പിന്നെ മുളക് പൊടി ഓരോരുത്തരും ഉപയോഗിക്കുന്ന അളവ് അനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ. അപ്പോൾ അത് ഞങ്ങളിവിടെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കഴിയുമ്പോൾ ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടിയും നന്നായിട്ടൊന്ന് വഴറ്റി പച്ചമണം എല്ലാം മാറിക്കഴിയുന്നത് വരെ വഴറ്റുക കേട്ടോ. നന്നായിട്ട് ചെറു തീയിലിട്ട് വഴറ്റിയാൽ മതി കേട്ടോ. എന്നാലാണ് ഇതിന്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നത്. പെട്ടെന്ന് വെന്ത് പോവുകയാണെങ്കിൽ അത് ആ ക്യാപ്സിലൊക്കെ എല്ലാം അലിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന് ഒരു കടിക്കാനും കൂടി ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ അതിന് ആ രീതിയിൽ ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. കണ്ടോ, ക്യാപ്സിക്കം അലിഞ്ഞു പോകാത്ത രീതിയിലാണ് വേവിച്ചെടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ഇതിന്റെ പച്ചമണം എല്ലാം മാറിക്കഴിയുമ്പോൾ മസാലകളെല്ലാം ഒരു വശത്തേക്ക് ചുറ്റുമായിട്ടൊന്ന് വകഞ്ഞു മാറ്റിയതിന് ശേഷം നടുഭാഗത്തൊരു ഒഴിവുണ്ടാക്കിയെടുത്തിട്ട് അതിനകത്തേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ചിക്കി അത് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ആക്കിയെടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കുക. എന്നിട്ട് ഇത് എല്ലാം കൂടെ ഒന്ന് മസാലയായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറു തീയിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിഭാഗത്ത് മുട്ട പിടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുത്തി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഡ്രൈ ആയി വരുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചപ്പാത്തി ഉണ്ടല്ലോ, ആ ചപ്പാത്തി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് അതും കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കുക. തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ മുട്ട ചേർത്തിട്ടുള്ളതുകൊണ്ട് അടിഭാഗത്തൊക്കെ പിടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് അടിഭാഗത്ത് പിടിക്കാത്ത രീതിയിൽ നന്നായി കുത്തി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. തുടർച്ചയായിട്ട് ഒരു 4-5 മിനിറ്റോളം ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ എന്നാൽ മാത്രമാണ് ഈ ചപ്പാത്തിയിലേക്ക് ഈ മസാലയെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടുകയുള്ളൂ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ. നല്ല ഡ്രൈ ആവും തോറും കൂടുതൽ ടേസ്റ്റ് ആയിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ അത് നമ്മളിങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ ഇട്ട് കൊടുക്കാനും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള മെയിൻ ഫുഡായിട്ട് കൊടുത്തു വിടാനും എല്ലാം നല്ലതാണ് കേട്ടോ. ചെറിയ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്കും നമുക്ക് ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഇത് കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്, വളരെ ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് 3 നേരം കഴിച്ചാൽ പോലും ഒരു മടുപ്പും തോന്നുകയില്ല. അത്രയ്ക്ക് വളരെ ടേസ്റ്റിയാണ്. പിന്നെ ഇത് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് മല്ലിയില ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ ഇളം ചൂടോടുകൂടി തന്നെ മല്ലിയില ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് മല്ലിയില മുകൾ ഭാഗത്ത് അലങ്കരിക്കാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അടിഭാഗത്ത് പിടിച്ചിട്ടുള്ളതെല്ലാം നന്നായിട്ടൊന്ന് കുത്തി ഇളക്കിയെടുക്കാണ് കേട്ടോ. അപ്പോൾ അതായത് ആ ഒരു നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുന്ന ആ ഒരു സമയത്താണ് ഇതിന്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ. മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് കഴിക്കാനായിട്ട് തോന്നും ഇത്. ഇപ്പോൾ ചെറിയ കുട്ടികൾക്കാണെങ്കിലും വലിയ ആളുകൾക്കാണെങ്കിലും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഉച്ചയ്ക്ക് ചോറുണ്ണാനൊക്കെ മടിയുള്ള കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തു വിട്ടാൽ അവർ ഇഷ്ടത്തോടെ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ ഈ
ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഏവർക്കും നന്ദി, നമസ്കാരം.